ഇന്നും ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് സദ്യയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തൊടുകറിയായിട്ടുള്ള പുളിയിഞ്ചിയാണ്. എരിവും മധുരവും പുളിയും ഒക്കെ കൂടിച്ചേർന്ന ഈ പുളിയിഞ്ചി സാധാരണയായി വടക്കൻ കേരളത്തിലാണ് സദ്യകളിൽ ഉണ്ടാക്കി കാണാറ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുളിയിഞ്ചി റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. എല്ലാവർക്കും യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇതിനായി ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചി നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനി വളരെ പൊടിയായി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതേപോലെ നല്ല പൊടിയായി കൊത്തി അരിഞ്ഞെടുത്തതാണ്. നിങ്ങൾക്ക് ചോപ്പറിലിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയതും എടുക്കാവുന്നതാണ്. ഇനി നല്ല എരിവുള്ള 6 പച്ചമുളക് വട്ടത്തിൽ ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പുളിയിഞ്ചിയിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി പിഴിഞ്ഞെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ നെല്ലിക്ക വലിപ്പത്തിലുള്ള 2 കഷ്ണം പുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുത്തതിന് ശേഷം നല്ല കട്ടിയായി തന്നെ പുളിവെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കണം. പുളി പിഴിഞ്ഞ വെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമ്മൾക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി ഈ ഇഞ്ചി നന്നായി ഒന്ന് വറുത്തെടുക്കണം. പുളിയിഞ്ചിയൊക്കെ കഴിവതും നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇഞ്ചി ഒന്ന് ചൂടായി കഴിയുമ്പം അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇഞ്ചിയൊക്കെ ഒരു 1/4 ഭാഗത്തോളം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്കിതിലേക്ക് പച്ചമുളക് കൂടെ ചേർത്ത് ഇഞ്ചിയുടെ കൂടെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന 6 പച്ചമുളകും കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾക്ക് ഇഞ്ചിയുടെ കൂടെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോവാൻ പാടില്ല. ഇപ്പോ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിനു ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി ഒന്ന് മാറ്റിയെടുക്കണം. ചെറുതീയിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊന്നും ഒരിക്കലും കരിഞ്ഞു പോവാൻ പാടില്ല. മുളക് പൊടിയും കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കുന്നത് വരെ നമ്മൾക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ കറിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം കറിയൊക്കെ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഇതിന് പാകമായിട്ടുള്ള ഒരു അളവായിരുന്നു. ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കരപ്പൊടി ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ കറി നല്ലവണ്ണം കുറുകി വരാൻ തുടങ്ങും. നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളമൊക്കെ നല്ലവണ്ണം വെന്ത് നല്ലവണ്ണം ഒന്ന് വറ്റി വരുന്ന രീതിയിലാവുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പുളിയിഞ്ചിയൊക്കെ തിളയ്ക്കാൻ വെച്ചിട്ട് ഇവിടെ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ നന്നായി വറ്റി പാകത്തിനായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം ഇനി ഇത് ഇരുന്ന് തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി കിട്ടും. വെള്ളമൊക്കെ നന്നായി വറ്റി ഒരു കുറുകിയ പാകമാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഈ ഒരു പരുവം പാകമാണ്. ഇനി നമ്മൾക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പുളിയിഞ്ചിയൊക്കെ നന്നായി തണുത്തതിന് ശേഷമുള്ളതാണ്. നല്ലവണ്ണം കുറുകി പാകത്തിനായിട്ടുണ്ട്. ഇതാണ് പുളിയിഞ്ചിയുടെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി നമ്മൾക്കിത് വെള്ളം നനവില്ലാത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ദിവസങ്ങളോളം ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടും കേടാവാത്ത ഒരു കറിയാണ് പുളിയിഞ്ചി. സദ്യയിലെ തൊടുകറിക്ക് മാത്രമല്ല, നമ്മൾക്ക് സമൂസയുടെ കൂടെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്നാക്സ് കഴിക്കുന്നതിൻ്റെ കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ നല്ലൊരു തൊടുകറിയാണ് ഈ പുളിയിഞ്ചി. ഓണസദ്യയിൽ മാത്രമല്ല, നമ്മൾക്ക് അല്ലാതെയും ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുളിയിഞ്ചി റെസിപ്പി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.